ഉണക്കമീന്ന് കേട്ടാ ചാടി വീണോരില്ലേ ഈ കൂട്ടത്തില്. എന്നാലേ എപ്പോഴും ഇങ്ങനെ ചുമ്മാ വറുത്ത് കഴിക്കുന്ന സ്റ്റൈലൊന്ന് മാറ്റി പിടിച്ചാലോ നമുക്ക്. നല്ലൊരു ഉണക്കമീൻ തോരനായാലോ ഇന്ന്. എന്റെ ഫേവറേറ്റ് മാന്തലായോണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തത്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉണക്കമീൻ ഏത് വേണമെങ്കിലും എടുത്തോളോ. ഓൾറെഡി കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തതായതുകൊണ്ട് ഞാൻ ഇനി കഴുകണില്ല കേട്ടോ. ഇത് 2 കൈ നിറയെ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി അല്പം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഈ മാന്തൽ കുട്ടന്മാരെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. അധികം കട്ടിയൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും കേട്ടോ. ഇനിയിപ്പോ നല്ല കട്ടിയുള്ള മാംസമുള്ള മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാച്ചസ് ആയിട്ടൊക്കെ വറുത്തെടുത്തോളൂ കേട്ടോ. മുരിഞ്ഞ് വരാൻ തുടങ്ങുമ്പോഴത്തേന് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതേ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. പിന്നെ ഓൾറെഡി ഇതിനകത്ത് ഉപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പ് ഇട്ടിട്ട് കൊളാക്കുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ ഒടിച്ച് നോക്കുമ്പോഴത്തേനെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഒടിഞ്ഞു വരണം. അതാണ് ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി പൊടിഞ്ഞു പോകണ്ട, ദേ ഇങ്ങനെ മതി. ഇനി ഇതേ സെയിം ചട്ടിയിൽ ഇത്തിരി കൂടി ഓയിൽ ഒഴിച്ചിട്ട് കറിവേപ്പില മൂപ്പിച്ച് 2 ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് ഒരു 10-15 കൊച്ചുള്ളി കൂടി അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് ഇതുപോലെ മുരിഞ്ഞു വരുമ്പോൾ ഒരു കൈപ്പിടി തേങ്ങ ചെറുകെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 3-4 മിനിറ്റ് കൂടിയിട്ട് വഴറ്റിയെടുക്കാം. തേങ്ങാപ്പീര മുരിഞ്ഞു വരുമ്പോഴത്തേനെ നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും കേട്ടോ. അന്നേരം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള മീനും 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് വരട്ടിയെടുക്കാം. ഇനി ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ചേർത്ത് കൊടുത്തോളോ. ദേ നമ്മുടെ ഉണക്കമീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിന്റെ കൂടെ ഇത് അങ്ങോട്ട് വിളമ്പി ഇങ്ങനെ കുഴച്ച് അങ്ങനെ കഴിക്കണം. എന്നാ ടേസ്റ്റ് ആണെന്നറിയോ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടാവും.